നടൻ സിദ്ദിഖിന് എതിരായ പീഡന പരാതിയിൽ കേസെടുത്തു പോലീസ്. ബലാത്സംഗം, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. ജയസൂര്യക്കെതിരെയും മറ്റൊരു നടനെതിരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി ലഭിച്ചു. നടൻ സിദ്ദിഖിനെതിരെ നേരത്തെ പീഡനാരോപണം ഉന്നയിച്ച യുവനടി പരാതി ഇമെയിലായി DGPക്ക് നൽകിയിരുന്നു. മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ചായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. ഈ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. ബലാത്സംഗം, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മ്യൂസിയം സ്റ്റേഷൻ പരിധിയിലെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചുവെന്നാണ് യുവനടിയുടെ പരാതി. അതേസമയം നടൻ ജയസൂര്യക്കെതിരെ ആരോപണമുന്നയിച്ച നടിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകി. സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടയിൽ കടന്നുപിടിച്ചുവെന്നാണ് ജയസൂര്യക്കെതിരായ പരാതി. മറ്റൊരു നടനെതിരെ പരാതി നൽകിയെന്ന് ആരോപണമുന്നയിച്ച നടിയും വ്യക്തമാക്കി. ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകൻ്റെ പേരും ലൊക്കേഷൻ അതിപ്പോൾ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ, അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്, പറയേണ്ടി വന്നാൽ പറയും. സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസുകൾ കൈമാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.